ധനഹ 4 വെള്ളി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23 അധ്യായം 33 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സ്തേഫാനോസിന്റെ തിരുനാൾ. യേശു കുരിശിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വായനയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 34 വാക്യം. ഇതുപോലെ തന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസ് മുട്ടുകുത്തി വലിയ സ്വരത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞിട്ട് അവൻ മരണനിദ്ര പ്രാപിച്ചു. അപ്പോസ്തലപ്രവർത്തനം 7 അധ്യായം 60 വാക്യം. യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട ഇടത് കള്ളൻ പോലും അവനെ വിമർശിക്കുകയായിരുന്നു. സ്തേഫാനോസിന്റെ അവസാനവും സാവൂൾ, പിന്നീട് വിശുദ്ധ പൗലോസ് തുടങ്ങി തടിച്ചുകൂടിയവരൊക്കെ ആ വധത്തെ ന്യായീകരിക്കുകയായിരുന്നു. സ്വയം രക്ഷിക്കുവാൻ ആക്ഷേപിച്ചുകൊണ്ടാണ് അവർ യേശുവിനെ കുരിശിൽ തറച്ചത്. എന്നാൽ കുരിശുപേക്ഷിച്ച് സ്വയം രക്ഷിക്കാനുള്ളതല്ല തൻ്റെ ദൗത്യമെന്നും കുരിശിൽ കിടന്ന മനുഷ്യവംശത്തിൻ്റെ പാപമോചനമാണ് തൻ്റെ ഭാഗധേയമെന്നും അവിടത്തേക്ക് അറിയാമായിരുന്നു. കള്ളസാക്ഷികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ യേശുവിൻ്റെ മരണശിക്ഷ ഉറപ്പാക്കിയത്. സ്തേഫാനോസും ഇത് തന്നെ അനുഭവിച്ചു. അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു, അവൻ മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് തുടങ്ങി ധാരാളം ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർ അവനെതിരെ വധശിക്ഷയ്ക്കുള്ള അംഗീകാരം വാങ്ങിയെടുത്തത്. പക്ഷേ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. അപ്പോസ്തലപ്രവർത്തനം 6 അധ്യായം 11 വാക്യം. കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു. നല്ല കള്ളന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ പറുദീസയാണ് സ്തേഫാനോസ് കണ്ടത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23 അധ്യായം 43 വാക്യം. യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നവർക്കുള്ള വാഗ്ദാനമാണ് പറുദീസ. അതിനായി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, ജീവൻ തന്നെ വെടിയേണ്ടി വരും. അത് ഭയന്ന് ജീവന്റെ സുരക്ഷയിൽ അഭയം പ്രാപിക്കുന്നവരാണ് നാമമാത്ര ക്രിസ്ത്യാനികൾ. യേശു നാമത്തെ പ്രതി ആദ്യത്തെ രക്തസാക്ഷിത്വ മകുടം ചൂടിയ സ്തേഫാനോസിന്റെ ജീവിതം അഭിവൃദ്ധിയുടെ സുവിശേഷം പിന്തുടരുന്ന നമുക്കൊരു വെല്ലുവിളിയാണ്.